കുഴപ്പമില്ല നിങ്ങൾ എടാ ഈ മലയില്ലേ നമ്മൾ അന്ന് മര അടിച്ചില്ലേ അതേപോലെ ആരായിരുന്നു ടീജിയനെ ഓരോ നല്ല ഡിപ്പില് കയറിക്ക്. ഞാൻ ഈ ഡിപ്പ് എടുത്തേ ദേ ഒരുത്തന്നെ ഇവിടെ ഇറങ്ങിക്കത് ഇവിടെ. അല്ല ഞാൻ പെട്ടെന്ന് ഈ ഡിപ്പ് എടുത്തോ. വന്ന് ഒരുത്തനായിട്ട് വന്നേക്കോ. ഒരുത്തൻ വന്ന് ദേ ഒറ്റൊരുത്തൻ അടിച്ചിറങ്ങി അവനെ പിടി ഈസി മലത്തറ ടാപ്പ് അടിച്ചു ഓർക്കട്ടെ ഈസിടാ അത്രേ ഉള്ളൂ. അടിച്ചു ഫിനിഷ് ചെയ്തടാ. ഒരു വണ്ടി ഇവിടെ കുത്തടാ. ഒരു വണ്ടി ഇവിടെ കുത്ത് കില്ല് കിട്ടിയാ കേറ് തിരിച്ചു കയറി മല കുത്ത് ഞാൻ പറഞ്ഞ മല കുത്തി കയറി അടി എടാ വീഡിയോ തരല്ലേ കേറി അടിച്ചോണ്ടിരി ഇവന്മാർ എങ്ങോട്ടാ ഓടുന്നേ ഓടിയാ അമ്മാര് നീ എവിടെ ജുഗ്രോ പിങ്ങട് നിന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയോ സൂക്ഷിക്കണം. എടാ ദേ ഇതൊക്കെ ഒന്ന് ഇടിച്ചു പൊടിച്ചേ. ഒരു വണ്ടി ഇതൊക്കെ ഒന്ന് ഇടിച്ചു പൊടിച്ചേ. ഇതൊക്കെ ഇടിച്ചു പൊടിച്ചേ. അതൊക്കെ ഇടിച്ചു പൊട്ടി ഓൾറെഡി പൊട്ടിയതാണോ? പൊട്ടുന്നുണ്ട് പൊട്ടിച്ചോളാം എല്ലാം പോയല്ലേ. എടാ ഇവിടെ ആയിട്ട് എടുത്തിട്ടുണ്ടോടാ? അറിയോ ഇവിടെ ഉണ്ടോ? എടാ ഇവിടെ കുത്താവോ? ഇവിടെ കുത്തി അടിച്ചേ. അവിടെ കുത്തി അടിച്ചേ. അടിച്ചു അവിടെ നിന്ന് അടിച്ചേ. അടിച്ചോട് ബാവാ. അടിച്ചു പറ. ബാക്കിൽ കുത്താൻ സമയക്കില്ല. ഒരു വണ്ടി ബാക്കിലോട്ട് പോയേ. കേറിക്ക ഇവന്മാര് കേറിയാൻ കളിച്ചേ. അത് സമ്മതിക്കില്ല. അടിച്ചോളാം ഇവനൊക്കെ അടിച്ചോളാം. അവൻ കത്തിപ്പോയതാടാ. അവൻ കത്തിപ്പോയതാ. അവന് വെടിക്കലേ ഇതെന്തപ്പി അടിക്കണ്ട ബാക്കറ ഇതെന്ത് വീഡിയോ എന്താ ഞാൻ കണ്ട് അത് ഞാൻ വെച്ച് ഇറ്റാച്ചി നോക്കുന്നില്ലേ? അത് കുഴപ്പമില്ല അമ്മാരെയും അടിച്ചെടുത്താൽ മതി. അത് ഞാൻ ഗസ് ചെയ്തതാ. അതാ ഇത് വന്നാലേ ഇപ്പൊ എന്താ പറയാ. ഇതിനകത്ത് കേറി കഴിഞ്ഞ അടിയാന്നല്ലേ ഈ സംഭവം? ലൊക്കേഷൻ കൊടുക്കണമെന്നുണ്ടോ? എടാ അതെ അവന്മാരെ അത് കാര്യം കേട്ടോ. നമ്മള് ലൊക്കേഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ് എടാ വീഡിയോ ചെയ്ത് കളിക്കാൻ പറയടാ. ആദ്യം വീഡിയോ ചെയ്ത് കളിക്കാൻ പറ. അത്രേ ഉള്ളൂ. താഴെ ഈ മാർക്ക് നമ്മളവിടെ ഡബ്ല്യു അടിച്ച അവന്മാര് തീർന്നു. സത്യം ഇവന്മാര് പിന്നെ ദൂരിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ബാക്കി ഒന്ന് നിർത്തി. കളി എന്തത് പഠിച്ചിട്ട് വാന്നാ. ഇതാരാ ഇത്? ടെൻസ് ഇതാര്?
GTA ടെൻസാ അത് കളി പഠിപ്പിക്കാൻ വരുന്നവൻ. ആ എടാ സംഭവം ആ ഡ്രിഗർ ഗോഡ് അവൻ കൊറേ മില്യൺ ഇതൊക്കെ ഉള്ളതാ, അതായത് ടൂർണമെന്റ് ഒക്കെ കളിച്ചിട്ടേ ഒരുപാട് മില്യൺ. അതെ 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 ഭയങ്കര അച്ചീവ്മെന്റ്സ് ഒക്കെ ഉള്ള ഒരു പ്ലെയറാ. കണ്ട തീട്ടമൊക്കെ ഇപ്പൊ പൊട്ടി മുളച്ചാൽ അതാ 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 വടക്കൻ വീട്ടിൽ വണേഷ്. താഴെ പോയി നീ അവിടെ എന്തോ വലിയ സംസാരം. എവിടെ നേരെ പോ നേരെ പോ നേരെ പോ നേരെ പോ. ഇത് അവിടെ എല്ലാരും വണ്ടി കൂട്ടി നിൽക്കണോണ്ടല്ലേ. ഇവിടെ 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 നിർത്ത് കേക്കട്ടെ. എടാ ഇത് വീഡിയോ ആണെങ്കിൽ അവനെടുത്ത് കളയോ? ഇല്ലില്ല കളയോ ഇന്റൻഷൻ ആണോ നോക്കടാ നോക്കടാ നോക്കാൻ പറ. അവിടെ ഓൾറെഡി 2-3 വണ്ടി ഇറങ്ങി നിൽപ്പുണ്ട്. അതിന്റെ ഇടയിലോട്ട് മേടിച്ച് ആ ചുവപ്പ് അഡ്മിനെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. ഇത് ലൊക്കേഷൻ മാറിയോ ഇവന്മാരെങ്ങനെ ബാക്ക് ഇത് അവർ ബാക്കിലുണ്ട് അവർ ബാക്കിലുണ്ട്. അത് അവിടെ കുത്തിയതാണ്, ഞാൻ പറഞ്ഞില്ല ബാക്കിൽ കുത്തിയെന്ന്. എടാ അങ്ങനെയുള്ളതിനൊക്കെ ഇടിച്ച് കളയടാ കേട്ടോ. ഞങ്ങളത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തു, പക്ഷെ ഞങ്ങൾ അങ്ങ് തള്ളാനുള്ള പ്ലാനാണ് ഇവന്മാര് കണ്ടതിന്. മനസ്സിലായി ഇവിടെ പറഞ്ഞോ പറഞ്ഞോ. ഇവന്മാര് ഈ ബാക്കി കുത്തിയില്ലേ, കുത്തിയ ടൈമിന് ഞാൻ ഇടിക്കാൻ പോയപ്പോഴേക്കും ഇവ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ വീടും കിട്ടിയിട്ട് അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മാറി അവിടുന്ന്. അവരുടെ വണ്ടിയിൽ ഇടിച്ചാ മതിടാ, മനസ്സിലായോ? വണ്ടിയിൽ തന്നെ ഇടിച്ചത്. ഇവന്മാര് അപ്പൊ തന്നെ ചാടി ഇറങ്ങി. അപ്പൊ പിന്നെ വീടും കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറിയതാടാ. ആ അപ്പൊ നീ ബാക്കിലാ കളിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ഒരുപാട് ബാക്കിൽ നിന്നും കളിച്ചാൽ മതി, മനസ്സിലായി? അപ്പൊ നിന്നെ നോട്ടീസ് ചെയ്തില്ല. ഈ വണ്ടി വണ്ടി കേറ് കേറ്. പിന്നെ ഈ ഒരു ഫ്രണ്ട് കേറ് ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ട്. അവന്മാര് വരുന്നനുസരിച്ച് ഫിറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നാമത്തെ കാര്യം ഇല്ല ഫിറ്റിംഗ് ഇല്ല. ഫിറ്റ് ചെയ്തിട്ടേ പോണില്ല അവന്റെ വണ്ടി, മനസ്സിലായോ? അടി ഈ വണ്ടി ആരാ? ഈ വണ്ടി എടുത്തോണ്ട് വാ. വണ്ടിക്ക് ഫിറ്റ് ചെയ്തിട്ട് ഇതാവുന്നില്ല, പോകുന്നില്ലായിരുന്നു. എടാ അവിടുത്തെ പോവാൻ പറഞ്ഞോ അതോ പോസാണോ എപ്പോഴും? എടാ അല്ലേടാ അത് മലത്തി ഇട്ട് കൊടുത്തില്ലേ കറക്റ്റ്. അവനെ ലോക്ക് ചെയ്താൽ മതിയായിരുന്നു. അതാ അതാ ഇവര് ഇച്ചിരി ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ അവന്മാരെ കിട്ടിയേനെ. കാരണം ഓൾറെഡി മറിഞ്ഞ ആമ പോലെ കിടന്നു. അതൊരു കേറുന്നില്ല ഇല്ല ഇടിച്ചും കയറ്റിയും വിട്ടു വിട്ടതല്ല അമ്മനെ. എന്തായാലും പറ്റൂല. അതായത് ഈ റോഡിന്റെ എൻഡിൽ പോയി നിന്നോ. ഈ റോഡ് അങ്ങറ്റം ബാക്കിലോട്ട് അങ്ങേറ്റം ബാക്കിലോട്ട്. ഇവർക്ക് വേണേ റൈറ്റിൽ നിന്നൊക്കെ വരാം, അവരുടെ ബുദ്ധിയാണേ അത്. അവര് ചിന്തിച്ച് കളിക്കട്ടെ, നീ ചെല്ലേ. അവർക്ക് ചെയ്യാൻ പറ്റി എന്തിനാ ഇതൊക്കെ മാറ്റി കൊടുക്കുന്നേ? അപ്പാ കഴിവില്ലാന്ന് പറഞ്ഞ 4 വർത്താനം വരാ. എടാ ഇവിടുന്ന് മാറാം ഇവിടുന്ന് മാറാം. ഈ റോഡിനൊക്കെ വലിയ അഡ്മിനാണ്. ഇടിച്ചാ നേരം കയറിക്കോണേ. ഏയ് നോ നപ്പികള്. പോസ്റ്റ് മാറിട്ടെ
ഇനി ബോസ് ഇടത്തില്ലേ? ബോസ് മാറിയില്ലല്ലോ. മാറുന്നില്ലല്ലോ. ടൈപ്പ് ചെയ്യായിരിക്കടാ, ടൈപ്പ് ചെയ്യായിരിക്കും. ഇത്രയും ടൈപ്പ് ചെയ്യണ്ടേ? ആ ഇട്ടോ 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 കയറി കയറി. എടാ ഇതിന്റെ മണ്ടയ്ക്ക് കയറിക്കോ. കൊടുത്തോ അങ്ങോട്ട്. അപ്പുറത്ത് പോയാ അവന്മാര്. അല്ല അങ്ങനെ കേറാൻ പറ്റത്തില്ലടാ, ഒരിടത്ത് അകത്ത് കയറി കഴിഞ്ഞാ പിന്നെ അങ്ങനെയല്ല, അവര് ഈ വഴി വല്ലതും പോയതായിരിക്കും കറങ്ങി. നമ്മുടെ പോകുന്നോടോ അവന്മാര്. ബാബാ എന്നാ തിരിച്ചുവിട് ബാബാ, തിരിച്ചോ. അമ്മാര് നമ്മളെ പറയുന്നതിന് മുമ്പ് വാടാ, തിരിച്ചോ. ബാബാ പറയാ കൊടുക്കാം വെയിറ്റ് വരട്ടെ. എന്തോന്നാണ് ഇതൊക്കെ? ഏത് ഗ്യാങ് വണ്ടിയാണ്? അവനെ ഏതാന്ന് പോലും അറിയില്ല. 700 എവിടാ? 700 എവിടാ ഇത്? എവിടെ? ഇതാണോ? അതെ, അടിച്ചേ. ആ റിപ്പയറിനകത്ത് കയറി അടിച്ചു വിടറാ. അവന്മാര് പോവാ വേണ്ട കുത്തണ്ട. ദേവിന് ബാബാ പറഞ്ഞോ. മറ്റേ ആ റിപ്പയർ സൈഡ് പോകാനുള്ള പ്ലാനാട്ടാ. പോട്ടെ നമ്മളെ അടിക്കണ്ട, നമ്മള് വേണ്ടെന്ന് വെച്ചത് ചെയ്യും. ഞാൻ കണ്ടു. ആ നെല്ലിക്ക ലാസ്റ്റ് പോകുന്ന അവനൊന്ന് പാനിക്ക് കയറി മണ്ടന. മുമ്പ് ഇറങ്ങിക്കോ ഒരിക്കേ. പത്രേ ഉള്ളൂ. എടാ ഇവിടെ നിന്ന് കുത്തിക്കേ. ടയർ പോയേ. തിരിച്ചു. ഓക്കെ ഞാൻ ഇവിടെ കുത്തിയുണ്ട്, കവറിന് വേണ്ടി പറഞ്ഞു. ആ ടയർ പോയ വണ്ടി എന്തി? അമ്മാര് അങ്ങോട്ട് പോയാ? ഇവിടെ ഈ കല്ല് കുത്തി. ഇല്ലില്ല എടാ കല്ല് കുത്തടാ, ഞാൻ പറഞ്ഞ കല്ല് കുത്തി. വണ്ടി ഇവിടെ ഇങ്ങോട്ടോ. ഈ മാർക്ക് നോക്ക്. അടിച്ചോട്. കുത്തി അടിച്ചോ. ഇറങ്ങല്ലേ. ഇവിടെ വന്ന് കുത്ത്. വാ. ഇങ്ങോട്ട്. അമ്മ ഹൈഗ്രൗണ്ടിലോട്ട് വാ. ആ ഇവിടെ ഒറ്റൊരു വണ്ടി കുത്ത്. കുത്ര എല്ലാം കുത്ര. ഹൈഗ്രൗണ്ട് കയറി കുത്തിക്കത്. ഇവിടുന്ന് കയറി കുത്തി അടിച്ചേ. ബാബാ ഇങ്ങോട്ട് തള്ളി. തള്ളിയിട് അത് തള്ളി ഇങ്ങോട്ട്. ഇങ്ങോട്ട് തള്ളിയെടുത്ത് ഹൈഗ്രൗണ്ട് നിങ്ങൾ നോക്കി. ഞാൻ താഴോട്ട് പോണേ. ഹൈഗ്രൗണ്ട് നിങ്ങൾ നോക്കിയോ. വാ ഹൈഗ്രൗണ്ട്. തള്ളിയിട്. ആരാ ഇങ്ങോട്ട് മാർക്ക് നോക്ക്. എടാ ഇങ്ങോട്ട് തല്ലടാ. തള്ളിയിട്. ഇവിടെ ഈ ബുഷിനകത്തുണ്ട് പോയി. പെട്ടെന്ന് വിട്ടോ. അത്രേ ഉള്ളൂ. മരൊക്കെ ഇത്രേ ഉള്ളൂ. എടാ ഒരു ബാക്ക് സ്റ്റാബ് കുത്താൻ നോക്കിയാണ് ഉമാരെ. എല്ലാത്തിനും ഇടിച്ചു കളഞ്ഞ ഇവന്മാരെ ഇവിടെ കളിക്കാൻ വന്നത്. എടുത്ത് ഞാൻ കൊടുത്തു വിട്ടതാ. അവൻ ഇവിടെ വീണ് പോയി.
പാവപ്പെട്ട ഇത്രയും കൊണ എടാ ഇവന്മാർ എന്തായാലും അറിയോ ഇപ്പൊ ഇവന്മാര് ബാക്ക് സ്റ്റാബ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തെയ്യുന്ന അറിയോ, ബാക്ക് സ്റ്റാബിന് ഇടിച്ചിടിച്ച് ഏതാണ്ട് ഇവിടെ കളഞ്ഞു കൊടുത്തിനെ. ഏതാണ്ട് ഇവിടെ നമ്മളെ വന്ന് വീഡിയോ ചെയ്തടാ. കണ്ടു. ഇവന്മാര് ഫുൾ വീഡിയോ ആയിരുന്നു കേട്ടോ. നീല ഈജി ഫുൾ ആണ് വീഡിയോ ആയിരുന്നു ഇവന്മാര്. ഞാനൊക്കെ തെറിച്ചു പോയി. നെല്ലിക്ക എവിടെടാ? പോയോ? കൊണച്ചു വിട ആളും തരം നോക്കി ഓസയൊക്കെ എടുക്കണം എന്ന് പറ, മനസ്സിലായോ? പിന്നെ കളി പിടിപ്പിക്കാൻ അവനായിട്ടില്ല. എടുത്ത് ഒറ്റെടുത്ത് ആളെ വിടല്ലോ. ലൊക്കേഷൻ എടാ. പറയാൻ അറിയാത്ത താളം ഇനി അതല്ലേ കാരണം, അത് പറഞ്ഞ് കരയില്ല, അത് പറഞ്ഞ് കരയട്ടാൻ. അതാ കാരണം അവന്മാര് ആ ഓടിച്ചെന്ന് ഇവിടെ കയറി വന്ന് കുത്തിയത്. നീല ഇവന്മാർക്ക് മണ്ടന്മാര് നമ്മുടെ ഫ്രണ്ടിൽ ഒരുത്ത് വണ്ടിയിൽ കൊണ്ട് കുത്തിയിട്ട് 4 പേര് ഇറങ്ങാണ്ടിരിക്കുന്നു വണ്ടി. എടാ കൊള്ളായിരുന്നു നൈസാ. എന്ത് ചെയ്യാനാട്ടാ, പ്രൊഫഷണൽ ആയി. ഡ്രോണിന്റെ ക്വാളിറ്റി എടാ വിഷയമായിരുന്നു കേട്ടോടാ. വിഷയങ്ങളി അത്രയോ എന്ത് വാടാ ഡെസ്റ്റോ, എന്തൊക്കെയാ പറയുന്നേ നീ? ഇറങ്ങിപ്പോടാ വീഡിയോ എന്ത് ചെയ്യും ഇവിടെ? വീഡിയോ ഒന്നും ഇല്ല കണ്ട പട്ടി. നോക്കട്ടെ. സേന്താലും കർത്താവ് എന്താ പ്രശ്നം പറയണ ഞാൻ. എന്താടാ മോനെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ? ഇതെന്താ പ്രീവായിരുന്നല്ലേ? പ്രീ വൂൾ എവിടെടാ? വാറില്ലയോ? ഇവിടെ ആയിരുന്നു വാറ്. സോറി കിക്ക്. ഹലോ T/go295. അല്ലെങ്കിൽ ആരെങ്കിലും വേണോ? വിയനയുടെ വണ്ടികളെ ടി വി ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും ഇതുവഴി വരുന്നത്. ഓക്കെ, ഇവിടെ പിറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊരു സംശയം. ഓക്കെ, അപ്പോൾ വാറ അഗൈൻ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി വി അവരുടെ വണ്ടിയെ ചേസ് ചെയ്തിട്ട് വിയനയുടെ വണ്ടികളെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വി അവരെ കൂട്ടിക്കൊണ്ട് ഏതോ ഒരു ഡയറക്ഷനിൽ പോകുന്നൊരു ഫീലിംഗാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിയുടെ വണ്ടികളെല്ലാം അത്യാവശ്യം നല്ല സ്പീഡുണ്ടല്ലോ ഇതിന്. ഓ, ടി വിയുടെ ഒരു വണ്ടികൾ ഇവിടെ വിയുടെ വണ്ടിയെ പിറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നല്ലേ? അലൻസിയോ മാത്രമേ ഉള്ള ഒരു വണ്ടിയിൽ, ബട്ട് സ്റ്റിൽ ആ ഒരു വണ്ടീനെ അവർ പിറ്റ് ചെയ്ത് അവര് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലൻസീവിനെ ഓ നല്ലൊരു സ്പ്രേ. പിന്നെ അല്ലാതെ വണ്ടികളെല്ലാം ഈ ഒരു ഓപ്പൺ മരങ്ങളുടെ ഇടയിൽ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അവർക്ക് ലൊക്കേഷൻ തന്നില്ല എന്ന് പറയാൻ തോന്നി? ഓക്കെ, അവിടുന്ന് ഒരു സ്പ്രേ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ പാറയുടെ ഇടയ്ക്ക് VNV ജൂൺ ഇറങ്ങി സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഒറ്റ വണ്ടി ജുഗ്രു ആൻഡ് ലെക്സ് ആ ഒരു വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അസൻസിയോ അതേപോലെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇറങ്ങി നല്ലൊരു സ്പ്രേ ചെയ്യുന്നുണ്ട്, ഫയർ ചെയ്യുന്നുണ്ട്. അസൻസിയോ, വില്ലു അവരെല്ലാവരും ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മേളിലെ ഹൈ ഗ്രൗണ്ട് VNVക്ക് അവർ കൊടുത്തില്ല. നല്ലൊരു അഗ്രഷൻ ഫ്രം VNVയുടെ 2 പ്ലേയേഴ്സ് ഇവിടെ ഇറങ്ങി. VNVയുടെ 3 പ്ലേയേഴ്സ് ഈ ഒരു ഏരിയയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓ, ഡെസ്ട്രോ ഒറ്റയ്ക്ക്
ഡെസ്ട്രോൻ വില്ലു ആ ഒരു ഏരിയയിലോട്ട് ഇറങ്ങി നല്ലൊരു സ്പ്രേ ചെയ്തിട്ടുണ്ട്. അസൻസി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ അഗ്രസീവ് പുഷാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഓ, ആ വണ്ടിക്കകത്തുനിന്ന് ആൾക്കാർ ഇറങ്ങുന്നതിന് മുന്നേ അടിച്ചിട്ടെന്ന് തോന്നുന്നു കേട്ടോ. VNV ബ്ലേഡ്, VNV ജാക്ക് സ്പാരോ, VNV മേളിൽ നിന്ന് പുഷ് ചെയ്ത് വരുന്നുണ്ട്. TVA പ്ലേയേഴ്സ് ബാക്കി എല്ലാവരും മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. VNV കക്കാശി, VNV എല്ലാവരും എല്ലാ സൈഡിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, TV അവരെ വളഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് VNVക്ക് അടി വരുന്നുണ്ട്. VNV മാലിക് ഡൗൺ, മിലാൻസി ഒസാക്ക ഡൗൺ, അസൻസിയോ കക്കാശിനെ പിക്ക് ചെയ്തിട്ടുണ്ട് അഗെയിൻ. സ്പേസ് മരണ 1500 പോട്ടെ 62 മണ്ടനാണ്. ഡെസ്ട്രോയർ വെയിറ്റ് നോക്കാം. ഡെസ്ട്രോ എവിടെ? കിക്കിലല്ലേ ഇപ്പോഴും?